അങ്ങനെ ഷീലയെ അവർ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് വിക്രം ഷീലയെ ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ഷീലയ്ക്ക് നേഹ ആരാണെന്ന് പോലും അറിയില്ല. അതുപോലെ പ്രീതിയുടെ മിസ്സിംഗ് കേസുമായിട്ടും അവൾക്ക് ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നു. പിന്നെ അവൾ എന്തിനാണ് അങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ടത് എന്ന് വെച്ചാൽ അവളൊരു ഡിവോഴ്സി ആയതുകൊണ്ട് അവളുടെ അയൽക്കാരും തന്നെ അവളോട് അത് സംസാരിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ. ആകെ പ്രീതി മാത്രമായിരുന്നു അവളോട് അടുപ്പം കാണിച്ചിരുന്നത്. അപ്പോൾ പ്രീതിയുടെ മിസ്സിംഗ് കേസിന് അവൾ കാരണം എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ആ കോളനിയിൽ അവൾക്കൊരു വില കിട്ടും എന്ന് വിചാരിച്ചാണ് അവൾ ആ പേപ്പറിൽ അങ്ങനെ എഴുതിയതെന്ന് ഷീല പറയുന്നു. ആ പറഞ്ഞതിന് വലിയ ലോജിക്കൊന്നുമില്ല, എങ്കിലും കഥ നല്ല ത്രില്ലിംഗ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാം. ഷീല പറഞ്ഞത് വിക്രം വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അവളെ കൊണ്ട് ഒരു നുണ പരിശോധന ചെയ്യിക്കാമെന്ന് രോഹിത്തിനോട് പറയുന്നു. പക്ഷെ അതിന് അവളുടെ കൺസെന്റ് വേണം. അത് കിട്ടിയോന്ന് പിന്നീട് വിശ്വസാർ ചോദിച്ചപ്പോൾ അതെല്ലാം അവൻ റെഡിയാക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ ഇബ്രാഹിം കണ്ട നീല കളർ കാർ അത് തന്നെയാണ് എന്ന് കൺഫേം ചെയ്യാൻ രോഹിത്തിനോട് വിക്രം പറഞ്ഞു വിടുന്നു. പിന്നീട് ഷീലയെ പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി നീ ഇതിന് നോ പറഞ്ഞാൽ എനിക്ക് നിന്റെ മേലുള്ള സംശയം കൂടും. അപ്പോൾ ഞാൻ പോയി നിന്നെ കൊണ്ട് ഇത് ചെയ്യിക്കാനുള്ള പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് വരും. അതിലും ഭേദം നീ തന്നെ സമ്മതിക്കുന്നതല്ലേ എന്ന് വിക്രം ചോദിച്ചപ്പോൾ ഷീല അത് സമ്മതിച്ച് കൺസെന്റ് ഒപ്പിട്ട് കൊടുക്കുന്നു. എന്നാൽ പോളിഗ്രാഫ് ടെസ്റ്റിൽ സംശയകരമായ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. പക്ഷേ വിക്രം അതും വിശ്വസിക്കുന്നില്ല. ഷീല മനഃപൂർവ്വം അവളുടെ പൾസ് കൺട്രോൾ ചെയ്തുകൊണ്ടായിരിക്കാം റിസൾട്ട് നെഗറ്റീവ് ആയത്. അതുകൊണ്ട് നാർക്കോ അനാലിസിസ് ചെയ്യാനായിട്ട് ജഡ്ജിയുടെ അടുത്ത് നിന്നും പെർമിഷൻ ഓർഡർ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് രോഹിത്തിനെ വിടുന്നു. ഒപ്പം രാത്രി ഷീലയുടെ വീട്ടിൽ ചെന്ന് അവളുടെ വണ്ടിയുടെ ടയറിലുള്ള മണ്ണിന്റെ സാമ്പിൾ എടുത്ത് രാജു ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിലുള്ള പറമ്പിലെ മണ്ണുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാനും പറയുന്നു. രോഹിത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഷീലയുടെ നാർക്കോ അനാലിസിസ് അവർ നടത്തുന്നു. പക്ഷെ അതിലും അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ അതിനിടയിൽ ഷീല നേഹയുടെ പേര് പറയുന്നു. അത് കേട്ട് വിക്രം പെട്ടെന്ന് ഷീലയെ കുലുക്കി വിളിച്ച് നേഹയെ കുറിച്ച് പറയാൻ പറയുന്നു. എന്നാൽ ഡോക്ടർ വിക്രമിനെ അവിടെ നിന്നും പുറത്താക്കുന്നു. കാരണം നാർക്കോ ചെയ്യുമ്പോൾ പേഷ്യന്റിനെ അങ്ങനെ നിർബന്ധിക്കാമെന്നും പാടില്ല. നാർക്കോ മുഴുവനായിട്ടും അത് ചെയ്യുന്ന ഡോക്ടറുടെ കൺട്രോളിലായിരിക്കണം. പിന്നീട് വിക്രം അങ്ങനെ പെരുമാറിയതിന് ഡോക്ടർ പുറത്തുനിന്ന് അവനെ ചീത്ത പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം വിശ്വാസാറും വിക്രമിനെ ചീത്ത വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ ചെയ്തതിന്. അതെല്ലാം കഴിഞ്ഞ് അവൻ ടെൻഷനായി മുറിയിൽ വന്നിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിത് ഇബ്രാഹിമിന്റെ കോൾ അവന് കൊടുക്കുന്നു. ഷീലയുടെ നീല കളർ കാർ അല്ല അന്ന് പ്രീതിയുടെ അടുത്ത് കണ്ട കാറെന്ന് ഇബ്രാഹിം വിക്രമിനോട് പറയുന്നു. അത് കേട്ട് അവൻ നിരാശനാവുന്നുണ്ട്. അപ്പോൾ രോഹിത്തിന് ഒരു കോള് വരുന്നു. രാജു ഗസ്റ്റ് ഹൗസിന്റെ അടുത്തുള്ള പറമ്പിൽ അപ്പോഴും പോലീസുകാർ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ നിന്നും അഴുകിയ ഒരു ഡെഡ് ബോഡി കിട്ടിയെന്ന് ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ആ ഫോണിൽ. അത് കേട്ട് വിക്രം ഞെട്ടുന്നു. കാരണം നേഹയുടെ ബോഡിയാണ് അതെന്ന് അവന് സംശയം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് വിക്രമിന് വീണ്ടും ആ പഴയ ഓർമ്മയുടെ ട്രോമ വരുന്നു. അതിൽ അവന്റെ അനിയത്തിയെ ആരോ കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് നമ്മൾ ആദ്യം കണ്ട ആ ഗോഡൌണിൽ വെച്ച് ആ കുട്ടിയുടെ മേലേക്ക് മുഖംമൂടി ധരിച്ച് ആരോ പെട്രോൾ ഒഴിച്ച് അവളെ കത്തിക്കുന്ന ഓർമ്മയാണ്. അതേസമയം ഷീലയെ കാണിക്കുമ്പോൾ അവൾക്ക് അപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. പകുതി ബോധത്തിൽ നേഹ മരിച്ചുപോയി എന്ന് പീർവിറുക്കുന്നു. അങ്ങനെ വിക്രമും രോഹിത്തും ആ ബോഡി കിട്ടിയ പറമ്പിലേക്ക് എത്തുന്നു. അവിടെ ആ അഴുകിയ ബോഡി കണ്ട് വിക്രം ഛർദ്ദിക്കുന്നു. എന്നിട്ട് അല്പം വെള്ളം കുടിച്ചതിന് ശേഷം ആ ബോഡി നേഹയുടെ ആണോ പ്രീതിയുടെ ആണോ എന്ന് തിരിച്ചറിയാൻ ഫോറൻസിലേക്ക് അയക്കാൻ രോഹിത്തിനോട് പറയുന്നു. അപ്പോൾ രോഹിത്തിനൊരു കോള് വരുന്നു. അതിൽ ഷീലയുടെ വീട്ടിൽ നിന്നും കിട്ടിയ മണ്ണിന്റെ സാമ്പിളും ഇപ്പോൾ ഈ ബോഡി കിട്ടിയ സ്ഥലത്തെ മണ്ണിന്റെ സാമ്പിളും തമ്മിൽ മാച്ച് ആയി എന്ന് പറയുന്നു. അതായത് ഷീല ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കലി കയറി വിക്രം ഷീലയുടെ അടുത്തെത്തി ആ ബോഡിയെ കുറിച്ച് ചോദിച്ച് ചൂടാവുന്നുണ്ട്. പക്ഷെ അവൾ അപ്പോഴും ഒന്നും അറിയില്ലെന്നാണ് പറയുന്നത്. അത് കേട്ട് വിക്രം രണ്ട് വനിതാ പോലീസുകാരെ വിളിച്ച് മൂന്നാം മുറ തുടങ്ങിക്കോളാൻ പറയുന്നു. അങ്ങനെ ആ വനിതാ പോലീസുകാർ ഷീലയെ മർദ്ദിക്കുന്നു. വിക്രം മുറിയുടെ പുറത്തിറങ്ങി വരാന്തയിൽ നിൽക്കുമ്പോൾ രോഹിത്തിന്റെ കോള് വരുന്നു. ഫോറൻസിക്കിൽ നിന്ന് റിസൾട്ട് വന്നു. ആ ബോഡി പ്രീതിയുടെ ആയിരുന്നു. ഇത്ര പെട്ടെന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും ആദ്യം പറഞ്ഞ പോലെ കഥ നല്ല ത്രില്ലിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതും മറക്കാം. ഷീലയെ അപ്പോഴും പോലീസ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ അവൾ കരയാണ്. അപ്പോൾ വിക്രത്തിന് ഫോറൻസിക്കിലെ ഷിൻഡെ വിളിച്ചിട്ട് പ്രീതിയുടെ ബോഡിയുടെ വിരലിൽ നിന്നും മറ്റൊരാളുടെ DNA കിട്ടിയെന്ന് പറയുന്നു. അത് പ്രീതിയുടെ കൂട്ടുകാരൻ അജയുടെ ആയിരുന്നു. വിക്രം അജയനെ കൂട്ടിക്കൊണ്ടുവരാൻ രോഹിത്തിനെ പറഞ്ഞു വിടുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ രോഹിത് തിരിച്ചു വന്ന് അജയ് മിസ്സിംഗ് ആണ്, പക്ഷെ അവനൊരു ഇൻഫോമർ ഉണ്ട്, അവന് ട്രേസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഷിൻഡെ വീണ്ടും വിക്രമിനെ വിളിച്ച് പ്രീതിയുടെ പല്ലിൽ നിന്നും അവളുടെ അച്ഛന്റെ DNA ഒപ്പം ബോഡിയിൽ നിന്നും ഒരു നരച്ച മുടിയും അത് ആ ഓർഫനേജ് നടത്തുന്ന സരസ്വതി എന്ന സ്ത്രീയുടെ DNA ആയിട്ട് മാച്ച് ആണെന്നും പറയുന്നു. ഇതെല്ലാം കേട്ട് ടെൻഷനായി വിക്രം അവരെല്ലാവരും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ രോഹിത്തിനോട് പറയുന്നു. പിന്നീട് അവർക്ക് അജയുള്ള ലൊക്കേഷന്റെ വിവരം കിട്ടി. അവർ അങ്ങോട്ട് പോകുന്നു. അജയ് ഉണ്ടായിരുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പനയോല കൊണ്ട് കെട്ടിയ ഒരു ഒറ്റപ്പെട്ട വീട്ടിലായിരുന്നു. വിക്രമും രോഹിതും വീടിന്റെ പുറകുവശം വഴി അകത്ത് കയറി ഒളിച്ചു നിൽക്കുന്നു. അപ്പോൾ അജയുടെ ഇൻഫോമർ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവർ രണ്ടുപേരെയും വിക്രമും രോഹിത്തും കീഴ്പ്പെടുത്തിയിട്ട് അജയനെ ചോദ്യം ചെയ്യുന്നു. ശരിക്കും അജയും പ്രീതിയും തമ്മിൽ പ്രേമത്തിലായിരുന്നു. ആദ്യം വിക്രം ചോദിച്ചപ്പോൾ കൂട്ടുകാരായിരുന്നു എന്നായിരുന്നല്ലോ അവൻ പറഞ്ഞത്. പ്രീതിയെ കാണാതായ ടെൻഷനിൽ അവൻ കുറച്ചുകൾ മാറി നിന്നതാണെന്ന് പറയുന്നു. വിക്രം അജയുടെ ഷർട്ട് ഒരു പരിശോധിക്കുമ്പോൾ അവന്റെ പുറത്ത് എന്തോ പാട് കണ്ട് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പത്തിൽ സൈക്കിളിൽ നിന്നും വീണപ്പോൾ ഉണ്ടായ മുറിവിന്റെ പാടാണെന്ന് പറയുന്നു. എന്നാൽ വിക്രം അജയനെ അറസ്റ്റ് ചെയ്യുന്നു. കാരണം പ്രീതിയുടെ നഖത്തിൽ നിന്നും അജയുടെ DNA കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അവനും ഇപ്പോൾ സസ്പെക്ട് ലിസ്റ്റിലാണ്. പിന്നീട് പ്രീതിയുടെ ഇപ്പോഴത്തെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരുടെ കയ്യിൽ നിന്നും അവർക്കൊരു ക്ലൂവും കിട്ടുന്നില്ല. പിന്നീട് വിക്രം അവന്റെ അനിയത്തിയുടെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അവനൊരു കോള് വരുന്നു. അതിലൊരു പെൺകുട്ടി അവനോട് അവൾ കാർ ഓടിച്ചു പോകുന്ന വഴി ഒരു കോള് വന്നപ്പോൾ അവൾ റോഡ് സൈഡിൽ നിർത്തി ആ ഫോൺ എടുത്തു. അപ്പോൾ മറ്റൊരു കാറിൽ ആരോ വന്ന് അവളോട് കാറിന്റെ ഗ്ലാസ് താഴ്ത്താൻ പറഞ്ഞു. പക്ഷെ പ്രീതിയുടെ മിസ്സിംഗ്
രഹസ്യം വാർത്ത അറിഞ്ഞിരുന്ന ആ പെൺകുട്ടി പേടിച്ചിട്ട് അവിടെ നിന്നും പെട്ടെന്ന് കാർ ഓടിച്ചു പോയി. പക്ഷെ ആ കാറിൽ വന്നയാൾ അവളെ ഫോളോ ചെയ്തു. അവൾ പോലീസിൽ ഫോൺ ചെയ്തപ്പോൾ അവരാണ് വിക്രമിന്റെ നമ്പർ കൊടുത്തത്. അപ്പോൾ അവൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വണ്ടർലയുടെ മുമ്പിലാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ വിക്രമും രോഹിത്തും അവളെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് ആ ഫോളോ ചെയ്ത ആളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഒരു തുപ്പിയും കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം അവൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. വിക്രം അവിടെ ഉണ്ടായിരുന്ന ടോൾ ബൂത്തിൽ ചെന്ന് അവിടെയുള്ള CCTV വിഷ്വലെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ആ പെൺകുട്ടിയെ കൊണ്ട് ഓഫീസിലേക്ക് എത്തി ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ട് അവൾ പറഞ്ഞു കൊടുത്ത രൂപം വരയ്ക്കാൻ ശ്രമിക്കുന്നു. അതേസമയം വിക്രം CCTV വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞ് സ്കെച്ച് ആർട്ടിസ്റ്റ് വരച്ച പടം ആ പെൺകുട്ടിയെ കാണിക്കുമ്പോൾ അവളെ ഫോളോ ചെയ്ത ആളുടെ രൂപം അങ്ങനെയല്ല എന്ന് അവൾ പറയുന്നു. അത് കേട്ട് വിക്രം നിരാശനാവുന്നു. സമയം ഒരുപാട് വൈകിയതിനാൽ വിക്രം ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടതിന് ശേഷം അവർ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആ നീലക്കാർ പാസ് ചെയ്യുന്നത് അവർക്ക് കാണാൻ പറ്റുന്നില്ല. ആ ടോൾ ബൂത്തിലൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ പിന്നെ ആ കാർ എവിടെ പോയി എന്ന് അവർ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പോഴാണ് ഒരു കണ്ടെയ്നർ ട്രക്ക് ടോൾ ബൂത്തിലൂടെ പോകുന്നത് വിക്രം കാണുന്നത്. പെട്ടെന്ന് അവൻ വീഡിയോ പോസ് ചെയ്തിട്ട് കുറച്ച് സമയം ആലോചിച്ച് നിന്നിട്ട് പെട്ടെന്ന് ചെന്ന് അവൻ പ്രീതിയെ കാണാതായ ദിവസം അവർ എടുത്തു വെച്ച ടോൾ ബൂത്തിലെ CCTV വിഷ്വൽസ് എടുത്തുകൊണ്ട് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിലും ഇതേപോലെ ഒരു കണ്ടെയ്നർ ട്രക്ക് പാസ് ചെയ്ത് പോകുന്നത് കാണുന്നു. ട്രക്കിന്റെ നമ്പറുകൾ രണ്ടും വേറെയാണ്, പക്ഷെ ഡ്രൈവർ ഒരേ ആൾ തന്നെയാണ്. ഗ്ലാസും തൊപ്പിയും വെച്ച ഒരാൾ. വിക്രം RT ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ആ 2 നമ്പറുകളും ഫേക്ക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അവർക്ക് പൊക്കേണ്ടയാൾ ആ കണ്ടെയ്നർ ട്രക്ക് ഓടിച്ചവനാണ്. ഹീ ഈസ് അവർ മാൻ. പ്രീതിയുടെ അച്ഛനും അമ്മയും ഷീലയും അജയും എല്ലാം അപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. വിക്രം ഉടനെ അയാളുടെ ഫോട്ടോ അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും അങ്ങനെ ഒരാളെ പറ്റി അറിയില്ല. ആ ഫോട്ടോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും പറ്റുന്നില്ല. ടെൻഷനായി നിൽക്കുന്ന വിക്രമിനോട് വിശ്വാസർ പണ്ട് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു. അതായത് അവന്റെ അനിയത്തിയുടെ കാര്യമാണ് സാർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും സംഭവിക്കില്ല, നീ അവനെ പിടിച്ചിരിക്കും എന്നെല്ലാം പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട്. പിന്നീട് വിക്രം ഓഫീസിൽ വന്ന് ആ ഏരിയയിലുള്ള എല്ലാ ക്രിമിനൽസിന്റെയും റെക്കോർഡുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് വന്ന് അഭിലാഷ് വെറുതെ വിക്രത്തിന് ചൊറിയുന്നു. അത് കേട്ടിട്ട് ടെൻഷനായ വിക്രം അഭിലാഷിനെ എടുത്തിട്ട് ചാമ്പുന്നു. അങ്ങനെ അവർ തമ്മിൽ ഇടികൂടുന്നതിന്റെ ഇടയിൽ വിക്രമിന്റെ ഫോൺ തെറിച്ചു പോകുന്നുണ്ട്. അടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോൺ എടുക്കാൻ വരുമ്പോൾ അതിന്റെ സ്ക്രീനിൽ അപ്പോൾ തെളിഞ്ഞു നിന്നത് ആ ട്രക്ക് ഓടിച്ച ഡ്രൈവറുടെ ഫോട്ടോ ആയിരുന്നു. പെട്ടെന്ന് എന്ത് ഓർമ്മ വന്ന വിക്രം ഫോൺ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അല്പം അകന്ന് നിന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കുന്നു. അപ്പോൾ അവൻ ആ ഫോട്ടോയിലുള്ള ആളെ വേറെ എവിടെയോ കണ്ടതായിട്ട് ഓർമ്മ വരുന്നു. ഇതേസമയം വിക്രത്തിന്റെ അടി കൊണ്ട് ദേഷ്യത്തിലായ അഭിലാഷ് വിശ്വാസാറിനെ ഫോൺ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പോൾ അവൻ സംസാരിക്കുന്ന കേട്ട് അവനോട് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ് വിക്രം ആ ഫോട്ടോയിലുള്ള ആളെ ഓർത്തെടുക്കുന്നു. നേരത്തെ വിക്രമും രോഹിത്തും ഇബ്രാഹിമിനെയും കൂട്ടി അയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇബ്രാഹിമിന്റെ സ്കൂട്ടർ ഒരു വർക്ക്ഷോപ്പിൽ വെച്ചത് എടുക്കാൻ കയറിയില്ലേ, ആ വർക്ക്ഷോപ്പ് പണിക്കാരനായിരുന്ന ഫഹദ് ആയിരുന്നു അത്. വിക്രം ആ രാത്രി തന്നെ ഫഹദിന്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നു. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ ഫഹദ് കട അടച്ചിട്ട് പോയായിരുന്നു. എന്നാൽ അതിനടുത്ത് ഒരു വെളുത്ത അംബാസഡർ കാർ കിടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഒരു പെൺകുട്ടി ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വിക്രമിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തില്ലേ, അയാൾ ഓടിച്ചിരുന്നതും ഒരു വെളുത്ത അംബാസഡർ കാറായിരുന്നു എന്നായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത്. വിക്രം നേരെ ഇബ്രാഹിമിന്റെ അടുത്ത് നിന്ന് ഫഹദിന്റെ വീട് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറയുന്നു. അങ്ങനെ വിക്രം ഇബ്രാഹിമിനെയും കൂട്ടി ഫഹദിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവന്റെ വീടിന് മുമ്പിൽ ഒരു നീല കളർ കാർ കിടക്കുന്നുണ്ടായിരുന്നു. അതേ കാർ തന്നെയായിരുന്നു പ്രീതിയെ കാണാതാവുന്നതിന് മുമ്പ് ഇബ്രാഹിം കണ്ട നീലക്കാർ എന്ന് ഇബ്രാഹിം ഉറപ്പിക്കുന്നു. അതോടുകൂടി വിക്രമിന് ഉറപ്പായി ഫഹദ് തന്നെയാണ് അവൻ തേടുന്ന ആളെന്ന്. വിക്രം തോക്കെടുത്ത് ഫഹദ് താമസിക്കുന്ന ഷെഡിന്റെ അകത്തേക്ക് ഇരുന്നു. എന്നാൽ ഫഹദ് അകത്തുണ്ടായിരുന്നില്ല. അവിടെ വെച്ചിരുന്ന ഒരു ചെറിയ അത്തറിന്റെ കുപ്പി കണ്ട വിക്രം അതെടുത്ത് മണത്തു നോക്കുന്നു. അതേ അത്തറിന്റെ മണമായിരുന്നു മുമ്പ് പ്രീതിയുടെ കാറിന്റെ അടുത്ത് നിന്ന് കിട്ടിയ പഞ്ഞയിലുണ്ടായിരുന്നതും അതേപോലെ നേഹയുടെ വീട്ടിനുള്ളിൽ അന്ന് രാത്രി പരിശോധിക്കാൻ ചെന്നപ്പോൾ അവന് കിട്ടിയ മണവും. എന്തായാലും ക്രിമിനലൊക്കെ ആണെങ്കിലും ഫഹദ് അത്രയൊക്കെ പൂശിയാണ് ഓരോ പണിയും ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. അവിടെയുള്ള ഒരു മേശയുടെ ഡ്രോയറിൽ കുറെ മരുന്നുകളും സിറിഞ്ചും വിക്രം കാണുന്നു. അലമാര തുറന്ന് പരിശോധിച്ചപ്പോൾ അതിന്റെ അകത്ത് നിന്ന് പ്രീതിയുടെ ഫോട്ടോയും വിക്രമിന് കിട്ടുന്നു. അപ്പൊ പെട്ടെന്ന് ആരോ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നു. തോക്കും ചൂണ്ടിക്കൊണ്ട് പുറത്തിറങ്ങിയ വിക്രമിനെ ഇബ്രാഹിമിന് നേരെ പുറത്തുനിന്ന് വീണ്ടും ആരോ ഷൂട്ട് ചെയ്യുന്നു. അത് ഫഹദായിരുന്നു. അവരെ കണ്ട പെട്ടെന്ന് അവൻ അവിടെ നിന്ന് ഓടിക്കളയുന്നു. പുറകെ വിക്രമും ഇബ്രാഹിമും. എന്നാൽ ഒരു സ്ഥലത്ത് വെച്ച് തട്ടി വീണ ഫഹദിനെ നേഹ എവിടെ എന്ന് ചോദിച്ച് വിക്രം ചവിട്ടിക്കൂട്ടിയെങ്കിലും വിക്രമിനെ ഇടിച്ചിട്ട് ഫഹദ് വീണ്ടും രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോഴേക്കും വിക്രമിന്റെ അടുത്തേക്ക് ഇബ്രാഹിം എത്തുന്നു. എന്നാൽ പെട്ടെന്ന് ഫഹദ് പുറകിൽ നിന്നും വെടിവെക്കുന്നു. ആ വെടി ഇബ്രാഹിമിനായിരുന്നു കൊണ്ടത്. അങ്ങനെ ഇബ്രാഹിം താഴെ വീഴുന്നു. അപ്പോൾ ഫഹദ് വന്ന് വിക്രമിന്റെ നെറ്റിൽ തോക്ക് വെച്ചതും പെട്ടെന്ന് വേറൊരു വെടി പൊട്ടി ഫഹദ് താഴെ വീഴുന്നു. ആ വെടി വെച്ചത് അഭിലാഷായിരുന്നു. അപ്പോഴേക്കും വെടി കൊണ്ട് ഇബ്രാഹിം മരിച്ചു പോകുന്നു. അഭിലാഷിന്റെ വെടി ഫഹദിന്റെ തോളിലായിരുന്നു കൊണ്ടത്. അതുകൊണ്ട് അവന് വേറൊന്നും പറ്റിയില്ല. നേഹ എവിടെ എന്ന് ചോദിച്ച് വിക്രം ഫഹദിന്റെ വെടി കൊണ്ട മുറിവിൽ അമർത്തി അവനെ കൊണ്ട് പറയിക്കാൻ ശ്രമിച്ചപ്പോൾ ഫഹദ് ഞാൻ വേറൊരാൾ പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന് പറയുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഫഹദ് വിക്രമിനെയും അഭിലാഷിനെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അവർ ഒരു വീടിന്റെ അടുത്തെത്തി വണ്ടി നിർത്തുന്നു. ആ വീട്ടിലാണ് എന്ന് ഫഹദ് പറഞ്ഞപ്പോൾ വിക്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും അഭിലാഷും വരാമെന്ന് പറയുന്നു. എന്നാൽ വിക്രം നീ ബാക്കപ്പിന് പോലീസിനെ വിളിക്കുകയും അവരോട് സൈറൻ ഓഫ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറയാൻ പറഞ്ഞിട്ട് അകത്ത് അരുതാത്ത എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവനെ തീർത്ത്
അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വിക്രം അകത്തേക്ക് പോകുന്നു. ആ വീടിന്റെ വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. വിക്രം തോക്ക് നീട്ടി പിടിച്ച് അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരാൾ ഒരു അലമാരിയുടെ മുമ്പിൽ പുറം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അനങ്ങരുത് എന്ന് പറഞ്ഞ് വിക്രം അയാളുടെ നേരെ തോക്കി കൊണ്ടിയപ്പോൾ അയാൾ പതുക്കെ തിരിയുന്നു. അത് രോഹിത് ആയിരുന്നു. അപ്പോൾ രോഹിത്, വിക്രം നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നിന്റെ മുഖത്തേക്ക് എന്താണ് മുറിവ് എന്ന് ചോദിച്ചപ്പോൾ വിക്രം രോഹിത്തിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നു. ആദ്യം രോഹിത് ഒന്ന് ടെൻഷനായെങ്കിലും പിന്നെ അവൻ പതുക്കെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ട വിക്രം നേഹ എവിടെ എന്ന് ചോദിച്ചപ്പോൾ നിന്നോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് എന്ന് പറഞ്ഞ് രോഹിത് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് വിക്രം അലറുന്നു. എന്നാൽ രോഹിത്, നീ റിലാക്സ് ആവുക എന്ന് പറഞ്ഞ് എഴുന്നേറ്റ്, എല്ലാം കഴിഞ്ഞു എന്ന് എനിക്കറിയാം, നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ എന്ന് പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ആ മേശയുടെ വലിപ്പിൽ നിന്നും ഒരു തോക്കെടുത്ത് രോഹിത് വിക്രമിന് നേരെ തിരിയുന്നു. എന്നാൽ വിക്രം അപ്പോൾ തന്നെ രോഹിതിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. അങ്ങനെ ആ വെടികൊണ്ട് രോഹിത് മരിക്കുന്നു. വിക്രം ആകെ വല്ലാതാവുന്നുണ്ട്. അപ്പോഴേക്കും ആ വെടിശബ്ദം കേട്ട് രോഹിതിന്റെ ഭാര്യ സ്വപ്ന മുകളിൽ നിന്നും താഴേക്ക് ഓടി വരുന്നു. അപ്പോൾ വീടിനുള്ളിലേക്ക് വന്ന അഭിലാഷ് നേരെ മുകളിലെ നിലയിലേക്ക് കയറി പോകുന്നു. അപ്പോൾ വിക്രം സ്വപ്നയോട്, നേഹയുടെ സ്വപ്ന, ഇവനിതൊക്കെ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ സ്വപ്ന ഇതൊക്കെ ചെയ്ത് രോഹിത് അല്ല ഞാനാണെന്ന് പറയുന്നു. അത് കേട്ട് വിക്രം ഞെട്ടുന്നു. അപ്പോൾ മുകളിലെ നിലയിലേക്ക് കയറിപ്പോയ അഭിലാഷ് അവിടെ ഒരു മുറി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നേഹയെ വിലങ്ങിട്ട നിലയിൽ ഒരു കട്ടിലിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. അഭിലാഷ് നേഹയുടെ വിലങ്ങഴിച്ച് താഴേക്ക് കൊണ്ടുവരുന്നു. നേഹ ഓടി വന്ന് വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ സ്വപ്നയെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് അവൾ വിവരിക്കുന്നു. കൺഫെഷൻ. പ്രീതിയെ ഒരു അനാഥാലയത്തിൽ നിന്നും ദത്തെടുത്തായിരുന്നു എന്ന് ആദ്യം നമ്മൾ കണ്ടല്ലോ. അതേ അനാഥാലയത്തിൽ തന്നെയായിരുന്നു സ്വപ്ന ഉണ്ടായിരുന്നത്. അവൾക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രീതിയെ ദത്തെടുത്തുകൊണ്ട് അമേരിക്കയിലേക്ക് പോയില്ലേ, അവിടെ വെച്ച് ആക്സിഡന്റിൽ മരിച്ചുപോയ ശിവയും പ്രിയയും അവർ അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാനായിട്ട് വരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട 3 പെൺകുട്ടികളായിരുന്നു പ്രീതിയും സ്വപ്നയും അവളുടെ അനിയത്തിയും. സ്വപ്നയുടെ അനിയത്തിയുടെ ഹാർട്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് 2-3 വർഷത്തിനുള്ളിൽ തനിയെ ശരിയാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടും ശിവയ്ക്കും പ്രിയയ്ക്കും അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ആ 3 പെൺകുട്ടികളിൽ ആരായാലും പ്രശ്നമില്ലെന്ന് അവർ പറയുന്നു. അവർ ശരിക്കും ഒരു നല്ല മനസ്സിനുടമകളായിരുന്നു. അപ്പോൾ സ്വപ്ന പ്രീതിയുടെ അടുത്ത് ചെന്നിട്ട് അവർ നിന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിനക്ക് അവരുടെ കൂടെ പോകാൻ ഇഷ്ടമല്ലെന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വപ്നയുടെ അനിയത്തിക്ക് അവരുടെ കൂടെ പോകാൻ കഴിയും. അങ്ങനെ അവൾക്ക് നല്ല ചികിത്സ കിട്ടി അവൾ ഓക്കെ ആവും. അതുകൊണ്ടാണ് സ്വപ്ന പ്രീതിയോട് അങ്ങനെ ചോദിച്ചത്. പ്രീതി അത് സമ്മതിക്കുന്നു. അങ്ങനെ ശിവയ്ക്കും പ്രിയയ്ക്കും ആ 3 കുട്ടികളിൽ ആരായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഓർഫനേജ് നടത്തുന്ന സരസ്വതി നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് 3 പേരുടെയും പേരെഴുതി നറുക്കിടുന്നു. ആ നറുക്ക് വീണത് പ്രീതിക്കായിരുന്നു. പക്ഷേ പ്രീതി ആദ്യം സ്വപ്നയോട് സമ്മതിച്ച പോലെ ചെയ്യുന്നില്ല. പ്രീതി ചതിച്ചു. അവൾ അവരുടെ കൂടെ പോകുന്നു. അങ്ങനെയാണ് പ്രീതി അവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം സ്വപ്നയുടെ അനിയത്തി മരണപ്പെടുന്നു. ആ മരണം അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് അവൾക്ക് പ്രീതിയോട് വല്ലാത്ത ദേഷ്യമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് സ്വപ്ന രോഹിത്തിനെ പരിചയപ്പെടുന്നു. അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. വളരെ നന്നായിട്ട് തന്നെയായിരുന്നു രോഹിത് സ്വപ്നയെ നോക്കിയിരുന്നത്. പക്ഷേ സ്വപ്നയ്ക്ക് അവളുടെ അനിയത്തിക്ക് സംഭവിച്ചത് ഒരിക്കലും മറക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു ദിവസം ഒരു പബ്ബിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് സ്വപ്ന പ്രീതിയെ കാണുന്നു. എന്നാൽ പ്രീതി സ്വപ്നയെ തിരിച്ചറിഞ്ഞില്ല. പ്രീതി കൂട്ടുകാരോടെല്ലാം ഒപ്പം വളരെ ഹാപ്പിയായിരുന്നു. അതെല്ലാം കണ്ട സ്വപ്നയ്ക്ക് അവളുടെ അനിയത്തിയുടെ മരണത്തിന്റെ ഓർമ്മയും അതിനുശേഷം ഉണ്ടായ ട്രോമ എല്ലാം വീണ്ടും വരുന്നു. അവൾ അങ്ങനെ ഡിപ്രഷനിലും ആവുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പ്രീതി സ്വപ്ന പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പ്രീതിയുടെ സ്ഥാനത്ത് അവളുടെ അനിയത്തിയായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. അതെല്ലാം വീണ്ടും ഓർത്ത് സ്വപ്നയ്ക്ക് പ്രീതിയോടുള്ള ദേഷ്യം കൂടിക്കൂടി വരുന്നു. രോഹിത് അവളെ സമാധാനിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാലും സ്വപ്നയ്ക്ക് പ്രീതിയോടുള്ള ദേഷ്യം ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വപ്ന മെക്കാനിക് ഫഹദിനെ കുറിച്ച് അറിയുന്നത്. കാശ് കൊടുത്താൽ അവൻ എന്തും ചെയ്യും. സ്വപ്ന ഫഹദിന് അവൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്ത് പ്രീതിയെ തട്ടിക്കൊണ്ടുവരാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ സ്വപ്ന കൊടുത്ത പ്രീതിയുടെ ഫോട്ടോ ആണ് വിക്രമിന് ഫഹദിന്റെ വീട്ടിൽ അലമാരയിൽ നിന്ന് അന്ന് രാത്രി കിട്ടിയത്. അങ്ങനെ ഫഹദ് പ്രീതിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു പ്ലാൻ ഇടുന്നു. അവൻ രാത്രിയിൽ പ്രീതിയുടെ വീട്ടിലെത്തി അവളുടെ വണ്ടിയുടെ അടിയിൽ എന്തോ ചെയ്യുന്നു. അങ്ങനെയാണ് അന്ന് പ്രീതി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് അത് ബ്രേക്ക് ഡൗൺ ആവുന്നത്. അതിനുശേഷം ഇബ്രാഹിം പ്രീതിയുടെ അടുത്ത് വന്ന് പോയതിനു ശേഷം ഫഹദ് ആണ് ആ നീലക്കാറിൽ അങ്ങോട്ട് വന്നത്. ഫഹദ് ശരിക്കും പ്രീതിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ആ നീലക്കാറിലായിരുന്നില്ല. ആ നീലക്കാർ കണ്ടെയ്നർ ട്രക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ട്രക്കിലായിരുന്നു അവൾ ഫോളോ ചെയ്തിരുന്നത്. അതാണ് ടോൾ ബൂത്തിലെ CCTVയിൽ ആ ട്രക്കിന്റെ വീഡിയോ വന്നത്. പ്രീതിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതും ട്രക്ക് നിർത്തി അതിൽ നിന്നും കാർ പുറത്തെടുത്തതിന് ശേഷം ആ കാറിലാണ് പ്രീതിയുടെ അടുത്തേക്ക് ഫഹദ് ചെല്ലുന്നത്. അങ്ങനെ പ്രീതി ഫഹദിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഓപ്പോസിറ്റ് റോഡിൽ കൂടി പോയ ഇബ്രാഹിം കണ്ടത്. പ്രീതി അവനോട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവളുടെ കയ്യിൽ മയങ്ങാനുള്ള എന്തോ മരുന്ന് ഫഹദ് ഇഞ്ചക്ട് ചെയ്യുന്നു. അവൻ അപ്രതീക്ഷിതമായി ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് പ്രീതിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫഹദ് ആ മരുന്ന് അവളുടെ ശരീരത്തിലേക്ക് കയറ്റുന്നു. അവൾ കൈ വലിച്ചെടുത്ത് ആ സിറിഞ്ച് താഴേക്ക് എറിഞ്ഞു കളയുന്നു. താഴെ വീണപ്പോൾ സിറിഞ്ചിൽ നിന്നും സൂചി തെറിച്ചു പോകുന്നു. ആ സൂചിയാണ് തുടക്കത്തിൽ ആ സ്ഥലത്ത് നിന്ന് പോലീസുകാർക്ക് കിട്ടിയത്. അങ്ങനെ പ്രീതിയുടെ ബോധം പോകുന്നു. ഫഹദ് അവളെ എടുത്ത് അവന്റെ കാറിന്റെ ഡിക്കിയുടെ ഉള്ളിൽ ഇട്ടിട്ട് പ്രീതിയുടെ കാർ തുറന്ന് അവളുടെ ബാഗ് എടുക്കുന്നു. അത് എടുക്കുന്നതിന്റെ ഇടയിൽ ഫഹദ് അവന്റെ ചെവിയുടെ ഉള്ളിൽ ഒരു ചെറിയ പഞ്ഞി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് അറിയില്ല. അവൻ കൂളിംഗ് ഗ്ലാസ് എടുക്കുന്നതിനിടയിൽ ആ പഞ്ഞി പ്രീതിയുടെ കാറിന്റെ ഉള്ളിൽ വീഴുന്നു. ഇതേ പഞ്ഞിയാണ് പോലീസുകാർക്ക് കിട്ടിയത്. വിക്രം മണത്ത് നോക്കിയപ്പോൾ ഫഹദിന്റെ അത്തറിന്റെ മണം കിട്ടിയില്ലേ, ആ പഞ്ഞി. അതിനുശേഷം അവൻ പ്രീതിയെ മയക്കി കിടത്തിയ അവന്റെ നീലക്കാർ ഓടിച്ചു ചെന്ന് അവൻ കൊണ്ടുവന്ന
വന്ന കണ്ടെയ്നർ ട്രക്കിന്റെ ഉള്ളിൽ കയറ്റി അവിടെ നിന്ന് ആ ട്രക്ക് ഓടിച്ചു പോകുന്നു. ആ CCTV വിഷ്വലാണ് ടൂൾ ബൂത്തിൽ നിന്നും വിക്രമിന് കിട്ടിയത്. ഫഹദ് പ്രീതിയെ നേരെ സ്വപ്നയുടെ അടുത്തേക്കായിരുന്നു കൊണ്ടുവന്നത്. അവളോടുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും സ്വപ്ന പ്രീതിയെ കത്തികൊണ്ട് കുത്തിക്കൊല്ലുന്നു. രോഹിത് ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്ന് രോഹിത് ആ സീൻ കണ്ട് ഞെട്ടുന്നു. എന്നാൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ അത് ചെയ്ത സ്വപ്ന പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് രോഹിത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. രോഹിത്തിന് അത് മനസ്സിലായിരുന്നു. അങ്ങനെ അവന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി പ്രീതിയുടെ ബോഡി അവരുടെ പറമ്പിൽ തന്നെ കുറെ കെമിക്കലുകളെല്ലാം ഇട്ട് രോഹിത് കുഴിച്ചിടുന്നു. പെട്ടെന്ന് ദ്രവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ആ കേസ് വിക്രമിന്റെ ഡിപ്പാർട്ട്മെന്റായ HIT ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നു. അതെങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം കണ്ടല്ലോ. പ്രീതിയുടെ കേസ് ആദ്യം നേഹ ഹാൻഡിൽ ചെയ്തിരുന്നല്ലോ. അപ്പോൾ എന്തോ ഒരു പ്രധാനപ്പെട്ട ക്ലൂ നേഹയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവൾ ആ കേസ് അപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് നമ്മൾ ആദ്യം കണ്ടായിരുന്നല്ലോ. ആ കാര്യം പറയാൻ അവളുടെ സാറിനെ നേഹ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ കിട്ടാതായപ്പോൾ അവൾ രോഹിത്തിനെ വിളിച്ചു. അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ റോഡ് സൈഡിൽ നിന്നും കിട്ടിയ സിറിഞ്ചിന്റെ സൂചിയിൽ നിന്നും ഒരു അവ്യക്തമായ ഫിംഗർ പ്രിന്റ് നേഹയ്ക്ക് കിട്ടി. അത് അനലൈസ് ചെയ്തപ്പോൾ 3 പേരുടെ റിസൾട്ട് ആണ് വന്നത്. അതിലൊരാൾ ഫഹദ് ആയിരുന്നു. രോഹിത് അത് കണ്ട് ശരിക്കും ടെൻഷനായി. ഇത് അവ്യക്തമായ ഫിംഗർ പ്രിന്റ് ആയതുകൊണ്ട് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ അയച്ച് നമുക്കത് കൺഫേം ചെയ്യണമെന്ന് നേഹയോട് പറയുന്നു. അവളത് സമ്മതിക്കുന്നു. അതിനുശേഷം നേഹ മുറിയിൽ നിന്ന് മാറിയപ്പോൾ അത് ആ സൂചി മാറ്റി പകരം മറ്റൊരു സൂചി വെക്കുന്നു. എന്നിട്ട് ഈ വിവരം മറ്റാരും അറിയാതിരിക്കാൻ അന്ന് തന്നെ രോഹിത് നേഹയുടെ വീട്ടിൽ ചെല്ലുന്നു. എന്നിട്ട് അവൾ അറിയാതെ ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി അവൾ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവരുന്നു. അതിനവൻ സഹായിച്ചത് ഫഹദായിരുന്നു. അങ്ങനെയാണ് ഫഹദിന്റെ അത്തറിന്റെ മണം അന്ന് രാത്രി പരിശോധിക്കാൻ നേഹയുടെ വീട്ടിൽ കയറിയപ്പോൾ വിക്രമിന് കിട്ടിയത്. അത് അങ്ങനെ ഒരുത്തൻ അത്തറും പൂശിയിട്ടാണ് തട്ടിക്കൊണ്ടുപോകാനൊക്കെ പോകുന്നത്. രോഹിത്തിന്റെ സ്വപ്നയുടെയും പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് രക്ഷപ്പെട്ടു പോകാനായിരുന്നു. അതിനായിട്ട് രോഹിത്തിന്റെ ഫ്രണ്ട്സ് വഴി അവനെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ രോഹിത്തിന്റെ അമ്മ സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു. അവന്റെ ചേട്ടൻ മുംബൈയിലാണ്. അയാളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു അവർ. പോകുന്നതിന് മുമ്പ് നേഹയെ മരുന്ന് കുത്തിവെച്ച് മയക്കി കട്ടിലിൽ ലോക്ക് ചെയ്ത് കിടത്തിയിട്ട് എസ്കേപ്പ് ആവാനായിരുന്നു അവരുടെ പ്ലാൻ. അല്ലാതെ അവളെ കൊല്ലാനൊന്നും അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫഹദിന് നേഹയെ കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം നേഹ രക്ഷപ്പെട്ടാൽ ഫഹദ് എന്തായാലും പിടിക്കപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിനു മുമ്പ് വിക്രം ഫഹദിനെ പിടിച്ചു. പിന്നെ ഷീല ഒരു ഡെഡ് ബോഡി രാജു ഗസ്റ്റ് ഹൗസിനടുത്തുള്ള പറമ്പിലുണ്ടെന്ന് എഴുതി വെച്ചില്ലേ. അതിനുശേഷം രോഹിത് അവന്റെ വീട്ടിലെ പറമ്പിൽ കുഴിച്ചിട്ടിരുന്ന പ്രീതിയുടെ ഡെഡ് ബോഡി വീണ്ടും തോണ്ടിയെടുത്ത് അത് കൊണ്ടുപോയി ആ പറമ്പിൽ കുഴിച്ചിട്ടു. കുഴിച്ചിടുന്നതിന് മുമ്പ് അതിൽ അജയുടെയും പ്രീതിയുടെ അച്ഛന്റെയും DNA തെളിവിന് വേണ്ടി വെച്ചു. ഒപ്പം ഓർഫനേജിലെ സരസ്വതിയുടെ മുടിയും. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ രോഹിത് അന്വേഷണത്തിന്റെ പേര് പറഞ്ഞ് അവർ ഒറ്റയ്ക്ക് പോയി വീണ്ടും കണ്ടിരുന്നു. അങ്ങനെ അവർ കുടിച്ച ചായ ഗ്ലാസിൽ നിന്നും മറ്റുമാണ് അവരുടെ DNA എടുത്തത്. അതേപോലെ തന്നെ ഷീലയുടെ വീട്ടിൽ നിന്നും കിട്ടിയ മണ്ണിന്റെ സാമ്പിൾ രോഹിത് തന്നെയാണ് ബോഡി കിട്ടിയ പറമ്പിലെ മണ്ണുമായി മിക്സ് ചെയ്ത് അങ്ങനെ ഒരു തെളിവുണ്ടാക്കിയത്. ഇതെല്ലാം അവൻ ചെയ്തത് ആരെയെങ്കിലും ഒരാളെ ഫ്രെയിം ചെയ്യിക്കാതെ ഈ അന്വേഷണം കൺഫ്യൂഷനെ നീണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇതിനിടെ മറ്റൊരു പെൺകുട്ടി ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വിക്രമിന് ഒരു ദിവസം വിളിച്ചില്ലേ. ആ ഫോളോ ചെയ്തത് ഫഹദായിരുന്നു. പക്ഷെ അത് അവൻ തനിയെ പ്ലാൻ ചെയ്താണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഈ കേസുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അങ്ങനെ സ്വപ്നയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പിന്നീട് ഇബ്രാഹിമിന്റെ ഖബറടക്കം കഴിയുന്നു. ഒപ്പം പ്രീതിയുടെ അടക്കവും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയില്ലേ, ആരെയും ഉപദ്രവിക്കാതെ രക്ഷപ്പെടാനായിരുന്നുവെങ്കിൽ എന്തിനാണ് രോഹിത് വിക്രമിന് നേരെ തോക്ക് ചൂണ്ടിയെന്ന്? അതിനുള്ള ഉത്തരം ഇപ്പൊ തരാം. അങ്ങനെ പിന്നീട് വിക്രമും നേഹയും ആ ഓർഫനേജിന്റെ പടിയിലിരിക്കുകയാണ്. വിക്രം ഓർഫനേജിലേക്ക് മാസം തോറും പൈസ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതറിഞ്ഞ നേഹ വളരെ സന്തോഷത്തിലാണ്. നിനക്കെന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് നേഹ ചോദിച്ചപ്പോൾ വിക്രം അവൾക്കൊരു ഡയറി എടുത്ത് നീട്ടുന്നു. അത് രോഹിത്തിന്റെ ഡയറി ആയിരുന്നു. വിക്രം അന്ന് രാത്രി രോഹിത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവനൊരു മേശയുടെ മുമ്പിൽ പുറംതിരിഞ്ഞു നിൽക്കുമായിരുന്നല്ലോ. ആ മേശയുടെ വലിപ്പിൽ നിന്നും വിക്രമിന് കിട്ടിയതാണ്. അതിൽ എഴുതിയിരുന്നത്, വിക്രം, നീ ഈ കേസ് തെളിയിക്കുമെന്നും എന്നെ തേടി വരുമെന്നും എനിക്കറിയാം. നീ അങ്ങനെ വരുമ്പോൾ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ തോക്കിൽ ബുള്ളറ്റ് ഉണ്ടായിരിക്കില്ല. നിന്റെ ബുള്ളറ്റിന് മാത്രമാണ് എനിക്ക് നല്ലൊരു മരണം നടക്കാൻ സാധിക്കുകയുള്ളൂ. ഗുഡ് ബൈ, യുവർ ഫ്രണ്ട് ഫോർ എവർ, രോഹിത്. രോഹിത്തിന്റെ ബോഡി ദയിപ്പിച്ചിട്ട് അത് കരഞ്ഞുകൊണ്ട് വിക്രം നോക്കി നിൽക്കുന്നുണ്ട്. ആ ഡയറി കുറിപ്പ് വായിച്ചു കഴിഞ്ഞിട്ട് നേഹ വിക്രമിനോട്, നിന്റെ പാസ്റ്റിൽ ശരിക്കും നിനക്ക് എന്താണ് സംഭവിച്ചത്? നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്ക് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫ്ലാഷ് ബാക്കിൽ ഒരു കൊച്ചു പയ്യന്റെ മുമ്പിൽ വെച്ച് ഒരാളെ ആരോ കത്തിക്ക് കുത്തുന്നതും ചോരയുടെ മുകളിൽ കിടക്കുന്ന ഒരു കൊച്ചുകുട്ടിയും പിന്നീട് വിക്രമിന്റെ അനിയത്തെ കത്തിച്ചു വന്നതെല്ലാം അവന്റെ കൺമുന്നിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ അവൻ നേഹയോട്, ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും നിന്നോട് പറയാം, നമുക്കിപ്പോൾ പോകാം എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് അവന്റെ ജീപ്പിനടുത്തേക്ക് നടക്കുന്നു. അപ്പോൾ ആരോ തോക്കിന്റെ ലെൻസിൽ കൂടി നോക്കി അവന്റെ തല ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നു. അവൻ ഡോറ് തുറന്ന് ജീപ്പിനകത്തേക്ക് കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് വെടിപൊട്ടുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവന് കൊണ്ടില്ല, ജീപ്പിലാണ് കൊണ്ടത്. അവൻ പെട്ടെന്ന് ചുറ്റും നോക്കി അവസാനം അവൻ ആ തോക്ക് കാണുന്നു. ആ തോക്ക് കണ്ടെങ്കിൽ അത് പിടിച്ചിരിക്കുന്ന ആളെ ഒരുപക്ഷെ അവൻ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വിക്രം അതിലേക്ക് നോക്കി നിൽക്കുന്നത് ആ തോക്കിന്റെ ലെൻസിൽ കൂടി നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവർക്കും അവസാനം അല്പം സങ്കടം തോന്നിയെങ്കിലും നല്ല ത്രില്ലിംഗ് സിനിമയായിരുന്നു അല്ലെ? വിക്രമിന്റെ പാസ്റ്റിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അവന്റെ അനിയത്തി ആരാണ് കത്തിച്ച് കൊലപ്പെടുത്തിയത്, അവന്റെ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത്, അത് ഇടയ്ക്ക് ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നതല്ലാതെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. നേഹ അതിനെക്കുറിച്ചെല്ലാം ചോദിച്ചപ്പോൾ പിന്നീട് പറയാമെന്നാണ് അവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ അവസാനം അവനെ ആരാണ് ഷൂട്ട് ചെയ്തത്, അവൻ ആരെയാണ് നോക്കി നിന്നത്, ഇത്രയും കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഈ സിനിമ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നല്ലേ? തീർച്ചയായും ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ടും ഉണ്ട്. അപ്പോൾ കഥ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ
അതിന്റെ കാരണം ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സങ്കടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.